എല്ലാവരുടെ വീട്ടിലും പൊട്ടിയ ബൾബ് ഉണ്ടാവില്ലേ? ആ പൊട്ടിയ ബൾബ് വെച്ചിട്ട് നമുക്കൊരു ക്യൂട്ട് ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം. ഇത് ആസ്തറ്റിക് ലുക്കാണ് കേട്ടോ ലാസ്റ്റ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് വേഗം ഒരു ബൾബ് എടുത്തിട്ട് വന്നോ. എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചു വെക്കുക. 2 ഭാഗമായി പൊട്ടിച്ചതിന് ശേഷം നമുക്കൊരു വൈബ്രൻറ്റ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വൈറ്റ് കളർ യൂസ് ചെയ്യുന്നു. വൈറ്റ് കളർ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ് പെയിൻറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വൈറ്റ് കളർ അടിച്ചപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയാം. പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വെച്ച ശേഷം ഞാനിവിടെ കളർ അടിക്കാൻ പോകുന്നത് ഒരു സ്കിന്നിഷ് കളറാണ് ബേസിന് അടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഞാൻ ബേസ് കഴിഞ്ഞിട്ട് മേലത്തെ ടോപ്പ് ഭാഗത്തിന് അടിക്കാൻ പോകുന്നത് ക്രിംസൺ റെഡാണ്. അപ്പോൾ ഇതിന് ഒരു ക്യൂട്ടായിട്ടുള്ള ലുക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ആസ്തറ്റിക് ലുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഒരു വൈറ്റ് ബോൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറേ ബോൾസ് അങ്ങ് ആഡ് ചെയ്ത് പോയി. പിന്നെ നമുക്കിതിനെ അറ്റാച്ച് ചെയ്യുന്ന ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ വെച്ചിട്ട് സാധാ പോലെ ഒട്ടിച്ചെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ടോപ്പത്തെ ഭാഗമാണ് ഞാൻ ഫസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ചെറിയത് ഒട്ടിച്ചിട്ട് വലിയ ഭാഗം അതിൻ്റെ മേത്താണ് ഒട്ടിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വലുത് അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ട്. പിന്നെ ഞാൻ ബേസിൽ 2 ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഒരു സ്പ്രിങ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ സ്പ്രിങ് ആണ്, കാണുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ അതൊരു സ്പ്രിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നല്ല വൃത്തിക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ഗുളുഗുളുവായി ആടുന്ന പോലത്തെ ഒരു DIY ഡെസ്ക് ഡെക്കോർ റെഡി. ഇതാണ് നമ്മുടെ ക്യൂട്ട് മഷ്റൂം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.